സ്മൃതി പരുത്തിക്കാട് ഇന്ന് രാവിലെ തുടങ്ങി ഒരു അഭിമുഖം തുടങ്ങണ തന്നെ വിധി നിരാശാജനകമാണ്. ദിലീപ് തെറ്റുകാരനല്ല, ദിലീപ് കുറ്റക്കാരനല്ല. മഞ്ജു വാര്യരെ പോലീസ് കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ പറയണേ ഇടയിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. അവൻ മഞ്ജു വാര്യർ എങ്ങനെ അത് അറിഞ്ഞത്? അവിടുന്ന് തുടങ്ങിയതാണ് ഈ കേസ്. പോലീസ് കേസ് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഞ്ജു വാര്യര് ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് അവിടെ നിന്നാണ് തുടങ്ങിയത്. ശരിക്കും അതാണ് അന്വേഷിക്കേണ്ടത്. മഞ്ജു വാര്യർ എങ്ങനെ അത് പറയാ? മഞ്ജു വാര്യർ എങ്ങനെ അറിഞ്ഞ് ഈ കേസ്? അപ്പോൾ അവിടുന്ന് തുടങ്ങിയ ഗൂഢാലോചന പിന്നെ റിപ്പോർട്ട് ചാനൽ മുൻ MD നികേഷ് കുമാർ ഏറ്റെടുത്ത്. റിപ്പോർട്ട് ചാനൽ നമുക്കറിയാം, അവരാരെങ്കിലും നശിപ്പിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസാനം കണ്ടവരടങ്ങുള്ളൂ. കണ്ടില്ല രാഹുൽ മാങ്കൂട്ടം? ആ ചങ്ങായിക്ക് ജീവിക്കാൻ പറ്റാ. അദ്ദേഹമൊക്കെ ഇനി എന്തെങ്കിലും കടുങ്കായി ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അത്ര നികൃഷ്ടരാണ് ചില മാധ്യമ പ്രവർത്തകർ. ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്തവര് എങ്ങനെയാണ് ഒരു മനുഷ്യരെ? ദിലീപേട്ടൻ്റെ കാര്യം തന്നെ 9 വർഷമാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. അന്ന് പിന്നെ മഞ്ജു വാര്യര് ഇതിനെതിരെ ഇറങ്ങിങ്ങാണ്ട് ഒരു വുമൻസ് ക്ലബ്ബ് എന്നും പറയുങ്ങാണ്ട് ഒരു 3-4 നടിമാരെ കൂട്ടിങ്ങാണ്ട് ഒരു ഇത് തുടങ്ങിയല്ലോ അമ്മക്ക് പിന്നെ ബദലായിട്ട്. എന്നിട്ട് എന്താ അതവിടെ തുടങ്ങിയാണ്ട് മുപ്പത്തിരും എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി അമ്മൻ്റെ അങ്ങനത്തെ എടുത്തുങ്ങാണ്ട് നല്ല സിനിമ ഒക്കെ എടുത്ത് അന്ന് എതിര് പോയ പാർവതിയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ റീമ കല്ലിങ്ങലൊക്കെ ഇപ്പം എന്താ വല്ലപ്പോഴും ഒരു ഇത് കിട്ടങ്ങ ഡാൻസിങ് കളിച്ചിട്ട് ഒരു വീഡിയോ എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു 4 ആളറിയും. അത് മറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡാൻസ് പാടെ കളിച്ചു വരും. അപ്പോൾ ഒരു 4 ആളറിയും. അങ്ങനെ കൊല്ലത്തിൽ 3-4 ആൾക്കാരെ അറിയിപ്പോരാ. മഞ്ജു വാര്യർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. അപ്പോൾ ഇനിയെങ്കിലും കോടതി വിധി മാനിക്കേ.